Hi guys, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് റിവ്യൂ റോയൽ എൻഫീൽഡ് സ്ട്രീറ്റ് വിൻഡ് V2 റൈഡിംഗ് ജാക്കറ്റിൻ്റെ. ഇത് ബേസിക്കലി ഒരു സമ്മർ ജാക്കറ്റാണ്. ഇത് നമ്മളൊരു സിറ്റി യൂസേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് റൈഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ആക്ച്വൽ പേർപ്പസ്. പക്ഷേ ഞാനിത് ഷോർട്ട് ഡിസ്റ്റൻസ് അല്ല, ലോങ് ഡിസ്റ്റൻസും യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിത് പൂന ടു കേരള യൂസ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ഇതുകൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, അതിനെ പറ്റി നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാം. എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമ്മൾ ജാക്കറ്റിന് ഒരു നല്ലപോലെ ക്ലോസ് ലുക്ക് കൊടുക്കാം, നല്ലപോലെ നോക്കാം. സോ ഇത് 90% പോളിസ്റ്റർ മെഷ് ആണ്, പിന്നെ 10% 600D പോളിസ്റ്റർ ആണ്. സോ അത് കാരണം ഇത് നമ്മൾക്ക് നല്ല പ്രൊട്ടക്ഷൻ തരും. ഇത് ഷോക്ക് പിന്നെ ഇമ്പാക്റ്റ് അതൊക്കെ ഇത് ഒത്തിരി എടുക്കും. സോ ബേസിക്കലി ഇത് നമ്മൾക്ക് ഷോർട്ട് റൈഡ്സ് അല്ലെങ്കിൽ സിറ്റി റൈഡ്സിന് വേണ്ടിയിട്ട് ഒരു നല്ല ജാക്കറ്റാണ്. ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കും നമ്മൾക്ക്. നമ്മളുടെ എൽബോ, ഷോൾഡർ പിന്നെ ബാക്ക് പ്രൊട്ടക്ഷൻ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പ്ലസ് അതിന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാം. സോ ഇത് റിമൂവബിൾ ആണ്, അതും കാണിക്കാം. സോ ഇതാണ് ഇതിൻ്റെ ബാക്ക് ഇതിൻ്റെ ഫോമാണ്. സോ ഇത് PVF ഫോം പ്രൊട്ടക്ഷനാണ്. ഇത് ഒത്തിരി ലൈറ്റ് മെറ്റീരിയലാണ് സിറ്റി യൂസേജിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾക്ക് നോക്സിൻ്റെ ലെവൽ 1 എൽബോ ആൻഡ് ഷോൾഡർ പ്രൊട്ടക്ഷൻ കിട്ടും. സോ അത് നല്ലതാണ് സിറ്റി യൂസിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ 100 കിലോമീറ്ററിൻ്റെ മേളിൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ ആ സമയത്ത് ലെവൽ 1 പ്രൊട്ടക്ഷൻ റെക്കമെൻഡഡ് അല്ല. അതിനുവേണ്ടി നമ്മൾക്ക് ലെവൽ കുറച്ച് മേളിൽ പോകേണ്ടി വരും. പക്ഷേ കൂടുതൽ ലെവൽ മേളിൽ പോകുമ്പം ആ പ്രൊട്ടക്ഷൻ്റെ കാശ് കൂടുതലാണ്. അത് കാരണം ഇത് സിറ്റി യൂസേജിൻ്റെ കാരണം അവർ ലെവൽ 1ൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് തന്നിട്ടുണ്ട്. സോ ബിൽഡ് ക്വാളിറ്റി ഇതിൻ്റെ ഒത്തിരി നല്ലതാണ്, കസ്റ്റമൈസബിൾ ആണ്. അത് ഞാൻ പറഞ്ഞു, നമ്മൾക്ക് പ്രൊട്ടക്ഷൻ എല്ലാം ചേഞ്ച് ചെയ്യാം. പ്ലസ് ഇതിൽ YKK സിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇതിൻ്റെ സിപ്പിൻ്റെ ക്വാളിറ്റി ഒത്തിരി നല്ലതാണ്. നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടും ഇതിനെ ഈസിലി പുൽ ചെയ്യാം. ഇവിടെ സിപ്പിൻ്റെ മേലിൽ അതിലും ഒരു പോളിസ്റ്റർ ടാബ് ഉണ്ട്. സോ ഇപ്പം ഇതിൻ്റെ അകത്ത് നോക്കിയാൽ പോക്കറ്റ് നമ്മളുടെ മെഷാണ്. ഇത് വാട്ടർ പ്രൂഫ് അല്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെട്ടത്, നമ്മൾക്ക് ഫോൺ, കീസ് എല്ലാം ഇവിടെ ഇടാം. പിന്നെ ഇത് സിപ്പ് ചെയ്യാം, ക്ലോസ്ഡായി. ഇപ്പം നമ്മൾ റൈഡ് തീർന്നു കഴിഞ്ഞിട്ട് ഗ്ലൗസ് എടുത്തു. ഗ്ലൗസ് എവിടെ ഇടാണ്? ഇതിൽ അകത്ത് ഈ പോക്കറ്റ് തന്നെ ഇവിടെ സ്റ്റിച്ച്ഡ് ആണ് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ കൂടെ. അത് കാരണം ഇവിടെ മുകളിലൊരു ഓപ്പണിംഗ് ഉണ്ട്. അതൊരു വലിയ ഓപ്പണിംഗ് ആണ്. ഇവിടെ ഈസിലി നമ്മൾക്ക് നമ്മളുടെ ഗ്ലവ്സ് ഇടാം, വെള്ളത്തിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും. ഇത്ര ഡെപ്ത് ഉള്ളത്, പിന്നെ ഇത്ര ഓപ്പണിംഗ് ഉള്ള ഇത് പോക്കറ്റാണ്. സോ ബേസിക്കലി 2 പോക്കറ്റാണ്, പക്ഷേ നമ്മൾക്ക് 4 പോക്കറ്റിൻ്റെ യൂസ് ചെയ്യാം. സോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ഇതിൻ്റെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കാണിക്കാം. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിൻ്റെ എല്ലാ വെൽക്രോ ഇങ്ങനെ റിമൂവ് ചെയ്യാം. നമ്മളുടെ അടുത്ത് ഇവിടെ 5 വെൽക്രോയുടെ ഓപ്ഷൻ ഉണ്ട്. ക്ലോസ് ചെയ്യാം. സോ 1, 2, 3, 4 പിന്നെ 5. സോ എനിക്ക് വ്രിസ്റ്റ്, ആം, ബൈസെപ്സ്, പിന്നെ നമ്മളുടെ വേസ്റ്റ്, പിന്നെ അതെല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പുൾ ചെയ്തിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കാം. സോ ഇതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ റൈഡിങ് ജാക്കറ്റൊക്കെ എടുക്കുമ്പം അത് ചുമ്മാ പ്രൊട്ടക്ഷൻ അല്ല, അത് നമ്മളുടെ നമ്മളുടെ റൈഡിങ് ഫോമിനെയും ശരിക്ക് വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ബേസിക്കലി നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കുമ്പം ബാക്ക് പെയിൻ വരാൻ തുടങ്ങും. നമ്മൾ പതുക്കെ ഇങ്ങനെ പോകും, കൈയും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകും, പിന്നെ ഈ ലോവർ ബാക്കിലൊക്കെ പെയിൻ വരാൻ തുടങ്ങും. ഇതിനെയൊക്കെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുമ്പം ഈ ജാക്കറ്റ് തന്നെ ഒരു സെക്കൻഡ് സ്കെലിട്ടൻ ആണ്, നമ്മൾക്ക് വേണ്ടി ഒരു ഷെല്ലാണ്. ഈ ഷെൽ നമ്മളുടെ പോസ്ചറിനെ സ്ട്രേറ്റ് ആക്കി വെക്കും. എനിക്കിപ്പം ഇത് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഞാൻ എൻ്റെ സൈസിൻ്റെ ജാക്കറ്റ് എല്ലാം വാങ്ങിച്ചത്. ഇത് ഒരു സൈസ് വലിയതാണ്. അത് കാരണം ഞാൻ കസ്റ്റമൈസേഷനൊക്കെ ചെയ്യുമ്പം ഇത്
ഇവിടെ വെൽക്രോ അവിടെ വരുന്നില്ല. സോ അതാണ് ഒരു പ്രോബ്ലം എനിക്ക് വന്നത്. പക്ഷേ എൻ്റെ ബാക്കി ജാക്കറ്റ്സിൽ ഈ വെൽക്രോ ഒക്കെ ഞാൻ എൻ്റെ സൈസാണ് വാങ്ങിച്ചത്. സോ അത് കാരണം എനിക്ക് ആ ഡിഫറൻസ് പിടികിട്ടി. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് വാങ്ങിക്കുമ്പം നിങ്ങളുടെ സൈസ് നോക്കിയിട്ട് വാങ്ങിക്കണം. വലിയ ജാക്കറ്റ് എടുക്കരുത്, ചെറിയ ജാക്കറ്റ് എടുക്കരുത്. കാരണം നിങ്ങളുടെ സൈസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പോസ്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. സോ അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ റൈഡിൽ പോവുകയാണെങ്കിൽ. സോ ഇത് സിറ്റി റൈഡിന് വേണ്ടിയിട്ടാണ്. സിറ്റി റൈഡ് ജനറലി അത്ര ടൈമൊന്നും എടുക്കില്ല. 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അകം നിങ്ങളുടെ സിറ്റി റൈഡ് തീർന്നു. സോ ആ സമയത്തിന് വേണ്ടിയിട്ട് പോസ്ചർ നമ്മൾക്ക് എല്ലാ സമയം വേണ്ട. പക്ഷേ ഇത് നിങ്ങൾ ഹൈവേയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ലോങ് റൈഡിന് വേണ്ടി പോവുകയാണെങ്കിൽ ആ സമയവും നിങ്ങൾക്ക് ഈ ജാക്കറ്റ് യൂസ് ചെയ്യാം. പക്ഷേ 2 കാര്യം നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കണം. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ സിറ്റീന് വേണ്ടിയിട്ട് ലെവൽ 1 പ്രൊട്ടക്ഷനാണ് കൊടുത്തത്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഈ പ്രൊട്ടക്ഷൻ റോയൽ എൻഫീൽഡിൽ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ അവിടെയും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വേറെ കമ്പനിയുടെ പ്രൊട്ടക്ഷൻ എടുക്കാം. എല്ലാം യൂണിവേഴ്സലാണ്. നിങ്ങൾക്ക് എടുത്ത് ഇതിനകത്തിടാം. പിന്നെ മറ്റേ കാര്യം, ഇത് വാട്ടർ പ്രൂഫ് അല്ല, വിൻഡ് പ്രൂഫ് അല്ല. ഇത് വിൻഡ് അലൗ ചെയ്യും. സോ വിൻ്ററിൽ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു വേറെ ജാക്കറ്റ് ഇടേണ്ടി വരും, കാറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. മഴയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അകത്ത് അല്ലെങ്കിൽ വെളിയിൽ വേറെ അതിന് വേണ്ടിയിട്ട് ഒരു ജാക്കറ്റ് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇത് കസ്റ്റമൈസബിൾ ആണ്. ഇത് ബേസിക്കലി ഒരു ഷെല്ലാണ്. ഈ നമ്മൾ സിറ്റിയിൽ യൂസ് ചെയ്യുമ്പം നമ്മൾ ഓഫീസൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ നമ്മളുടെ റെഗുലർ തുണിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ്. ആക്സിഡൻ്റ് ഒക്കെ ആയാൽ നമ്മൾ വീണാൽ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. ഇത് അതിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ സിറ്റി യൂസിന് വേണ്ടിയിട്ട്. സോ നമ്മളുടെ ഫോർമൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലിൽ ഈ ഷെൽ ജാക്കറ്റിനെ നമ്മൾക്ക് ഇടാം. സോ ഇത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനഫ് പ്രൊട്ടക്ഷൻ ഇത് നമ്മൾക്ക് കൊടുക്കുന്നു. കാറ്റ് വരാൻ സമ്മതിക്കുന്നു. മഴയൊക്കെ വീഴുവാണെങ്കിൽ അതിൻ്റെ മേലിൽ നമ്മൾക്ക് നമ്മളുടെ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ഇടാം. ഞാൻ ജനറലി ഇതാണ് എല്ലാ സമയം യൂസ് ചെയ്യുന്നത്. വേറെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇത് നമ്മൾക്ക് ഈസിലി ഫോൾഡ് ആക്കിയിട്ട് നമ്മളുടെ ബൈക്കിൻ്റെ സൈഡിലിടാം. ബാക്കി റൈഡിങ് ജാക്കറ്റ്സ് ഒക്കെ ഫോൾഡ് ആക്കിയിട്ട് ബൈക്കിൻ്റെ സൈഡിലൊക്കെ ഇടാൻ പറ്റില്ല. സോ കസ്റ്റമൈസബിൾ ആണ്. സോ ബേസിക്കലി ഇതിൻ്റെ പർപ്പസ് ആണ് നമ്മൾക്ക് സിറ്റി റൈഡിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ ഷോർട്ട് ഡിസ്റ്റൻസ് റൈഡിന് വേണ്ടിയിട്ട്. സോ ആ പർപ്പസിന് വേണ്ടിയിട്ട് 4000-ൻ്റെ താഴെയാണ് ഇതിൻ്റെ പ്രൈസ്. ആ പ്രൈസിന് വേണ്ടിയിട്ട് ഇതൊരു നല്ല ജാക്കറ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കണം. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം എനിക്ക് പറയാൻ ഉണ്ടായിരുന്നു. ഈ പ്രോബ്ലം എനിക്ക് വരുന്നുണ്ട്, ബാക്കി ആൾക്കാർക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇതിൻ്റെ ബാക്ക് പ്രൊട്ടക്ഷൻ ആക്ച്വലി ഒരു PVF ഫോമാണ്. ഈ ഫോം ഒത്തിരി ഈസിലി നമ്മൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഇതിൻ്റെ ഷേപ്പൊക്കെ തിരിച്ച് ഇങ്ങനെ വരും. പക്ഷേ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത് ഫോം ആണെങ്കിൽ, ഫോം എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി എയർ ബബിൾസ് ആണ് ഇതിൻ്റെ അകത്ത്. പതുക്കെ ആ എയർ പോകാൻ തുടങ്ങും. പിന്നെ ഇത് ഫ്ലാറ്റ് ആവാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ ഈ ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ് കുറഞ്ഞ് പോകും. സോ ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കണം. ഇത് കുറച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, കുറേ എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ എനിക്കും കാണാം. ഇത് ഇപ്പം ഈസിലി എനിക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്നു. ആദ്യം ഇത് ഒരു നല്ല തിക്ക് ഇങ്ങനത്തെ ഫോമായിരുന്നു. ഇത് പതുക്കെ ഇങ്ങനെ ആയിപ്പോയി. സോ നിങ്ങൾ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇതിൻ്റെ ഈ ബാക്ക് ഫോം അറ്റ്ലീസ്റ്റ് ചേഞ്ച് ചെയ്യണം. ഈ ബാക്ക് ഫോമിൻ്റെ കാരണം എനിക്ക് ഒത്തിരി ഇവിടെ സ്വെറ്റിംഗ് ഒക്കെ ആവുന്നുണ്ട്. ബാക്കിയെല്ലാ ഒരു പ്രോബ്ലം ഇല്ല, കാറ്റൊക്കെ വരുന്നുണ്ട് നല്ലപോലെ. പക്ഷേ ഈ ഫോമിൻ്റെ സ്ഥലത്ത് എനിക്ക് ഒത്തിരി സ്വെറ്റിംഗ് ആവുന്നുണ്ട്. ഇങ്ങനെ വലിയ സ്വെറ്റ് മാർക്ക് വരും. സോ അത്രേ ഉള്ളൂ ഈ റിവ്യൂവിന് വേണ്ടിയിട്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ എൻഡിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കാണും. അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരും ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ.